ഇപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഇവിടെ നല്ല കാറ്റ്, റബ്ബർ തോട്ടം. ഈ റബ്ബർ തോട്ടത്തിലെ ഉച്ച കഴിഞ്ഞുള്ള കാറ്റ് ഒരു പുതിയ സംഗതിയല്ല. ഒരു 40 വർഷം 45 വർഷം മുമ്പ് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് വീടുകളിലൊന്നും പലപ്പോഴും പല വീടുകളിൽ അല്ല, നാട്ടിൽ തന്നെ കറണ്ട് വന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എന്നോർത്ത് ഫാനൊന്നും അന്ന് വീടുകളിലില്ല. അപ്പോൾ സ്റ്റഡി ലീവിനും അല്ല അവധി ദിവസങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഈ റബ്ബർ തോട്ടത്തിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് റബ്ബർ തോട്ടം നിറച്ച കരിയിലയായിരിക്കും. ആ കരിയിലയിൽ അന്നിങ്ങനെ റബ്ബർ തോട്ടത്തിൽ കാന കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാന കയറിയതിൻ്റെ അകത്ത് നിറച്ച് കരിയില ആയിരിക്കും. ആ കരിയിലയുടെ പുറത്ത് ഒരു പായും കൂടി ഇട്ടിട്ട് അവിടെ വന്ന് കിടക്കുക. അപ്പോൾ ഈ കാറ്റ് കൊള്ളുക. പഠിക്കുന്ന സ്റ്റഡി ലീവിനൊക്കെ ആണെങ്കിൽ ഈ തോട്ടത്തിലിരുന്ന ഇതുപോലെ കാറ്റ് കൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കാറ്റ് കൊള്ളുമ്പോൾ ഈ ദൈവികമായ പ്രകൃതിയിൽ നിന്നുള്ള കാറ്റ് കൊള്ളുമ്പോൾ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇല്ല, രണ്ടാമതൊരു ജന്മമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ദൈവം ന്യായവിധിയുമാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ഈ മനോഹരമായ തീരം കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ ഓർത്തു, ഈ മനോഹര തീരത്ത് ഇനിയും ഒരു ജന്മം കൂടെ ജീവിക്കണമെന്ന്. പക്ഷേ ഈ മനോഹരത എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ നിഴൽ മാത്രമാണ്. സ്വർഗത്തിലെ മനോഹാരിത അത്യധികം നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. ആ മനോഹര തീരത്ത് നിത്യമായി ജീവിക്കുവാൻ കഴിയും. അതെ, ഈ ഒരു ജീവിതമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ന്യായവിധിയാണ്. എന്നാൽ ഈ ജീവിതത്തിൽ നമ്മളെ ദൈവം വച്ചിരിക്കുന്ന ഏകരക്ഷകനായ യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും രക്ഷയും പ്രാപിച്ചാൽ നമ്മുടെ ശരീരം വിട്ട് നിത്യമായ ആ സ്വർഗീയ മനോഹാരിതയിലേക്ക് പ്രവേശിക്കുവാനും എന്നേക്കും ആനന്ദിക്കുവാനും സാധിക്കും. അഥവാ നമ്മൾ ദുഷ്ടത ചെയ്ത് തിന്മയെ സ്നേഹിച്ചുകൊണ്ട് മനം തിരിയുവാൻ മനസ്സില്ലാതെ മുന്നോട്ട് പോയാൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ പീഡന സ്ഥലമായ തീ നരകത്തിലേക്ക് പോകേണ്ടി വരും. സ്വർഗത്തിലെ മനോഹാരിത, അവിടുത്തെ സംഗീതം, അവിടുത്തെ പുഷ്പങ്ങൾ, അവിടുത്തെ നമുക്ക് ചിന്തിക്കാവുന്നതിലെല്ലാം അവിടുത്തെ മണം, അവിടുത്തെ പഴങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ഭൂമി മനുഷ്യർക്ക് പരീക്ഷണത്തിനായിട്ട്, ടെസ്റ്റിനായിട്ട് നൽകിയ ദൈവം ഓരോ മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഭൂമിയിലെ ജീവിതം അനുവദിക്കുമ്പോൾ ഇവിടെ നന്മയും തിന്മയുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലതുമുണ്ട്, ഇവിടെ ചീത്തയുമുണ്ട്. നല്ല ജീവികളുമുണ്ട്, ദുഷ്ടജീവികളുമുണ്ട്. നല്ല മണവും ചീത്ത മണവുമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അവിടെ രണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുക. അവിടെ നന്മ മാത്രമേ ഉള്ളൂ, നരകത്തിൽ തിന്മ മാത്രമേ ഉള്ളൂ. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനി